നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ജൂലൈ മാസത്തെ വിശാഖം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്നത് തുലാക്കൂറിലാണ്. ശേഷം 15 നാഴിക വരുന്നത് വൃശ്ചികക്കൂറിലാണ്. അപ്പോൾ തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 10ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് നിന്നിരുന്ന വ്യാഴം 10ാം ഭാവത്തിലേക്ക് മാറി. അപ്പോൾ ഇത്തിരി ഒരു ദൈവാധീനം കുറഞ്ഞു. എന്നാൽ ഭാഗ്യാധിപതി സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നത് കാരണം കൊണ്ട് നല്ല രീതിയിലുള്ള ഭാഗ്യം അനുഭവിക്കാൻ യോഗമുണ്ട്. കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം സൂര്യനോട് യോഗം ചെയ്തിട്ട് ഗവൺമെൻറ് ജോലിക്ക് യോഗമുള്ള ഒരു മാസമാണ്. അപ്പോൾ PSC എഴുതിയിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. ഔഷധവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയും ധനകാര്യ സ്ഥാപനത്തിലൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ ഗുണഫലങ്ങൾക്ക് യോഗമുള്ള സമയമാണ്. അതേപോലെ തന്നെ ലഗ്നാൽ നിവർത്തി സ്ഥാനാധിപതി അഷ്ടമത്തിലാണ് നിൽക്കുന്ന ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾക്ക് യോഗമുള്ളൊരു സമയമായതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലഗ്നാധിപത്യം വഹിച്ച് ബാധാസ്ഥാനത്ത് പോയിട്ടാണ് ലഗ്നാധിപതി നിൽക്കുന്നത്. അത് പാപയോഗത്തോടുകൂടി നിൽക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയുള്ള കാരണം സ്ത്രീ സംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും ധനനഷ്ടം, പെരുദോഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. അത് കാരണം കൊണ്ട് കുറച്ചൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കാലിൻ്റെ മുട്ടിന് താഴോട്ടുള്ള ഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് രോഗാവസ്ഥ കാര്യങ്ങളുണ്ടാകുക, ചെറിയ കാര്യങ്ങൾക്ക് സാധാരണ ടെൻഷൻ അനുഭവിക്കുന്ന സ്വഭാവം ഉണ്ടാകുക. കാരണം 5ാം ഭാവാധിപതി 6 നിൽക്കുന്ന അവനവൻ്റെ മനസ്സിനെ അവനവൻ്റെ ശത്രു എന്ന് പറയുന്നൊരവസ്ഥയാണ്. അപ്പോൾ അലസപ്രേക്ഷ നിര്യാണകാരകനായിരിക്കുന്ന ശനി 5ാം ഭാവാധിപതി ആയതുകൊണ്ട് നിരാശ, അലസത പോലെയുള്ള കാര്യങ്ങൾ, ശുഭപ്രതീക്ഷ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള അവസ്ഥ കാര്യങ്ങൾ വരുന്നത് നമ്മളെ അഭിവൃദ്ധിക്ക് തടസ്സം ചെയ്യും. അത് കാരണം കൊണ്ട് എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും നെഗറ്റീവായിട്ടുള്ള തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ തള്ളിക്കളയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയുമാണ്. അപ്പോൾ ശുഭപ്രതീക്ഷയോട് കൂടിയിട്ട് കാര്യങ്ങൾ നാളത്തേക്ക് അനുകൂലമായിരിക്കുമെന്ന് പ്രതീക്ഷ വെച്ച് പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ വലിയ തടസ്സങ്ങളില്ലാതെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തിച്ചേരും. അപ്പോൾ അത് തന്നെ പ്രത്യേകമായിട്ട് അങ്ങനെ ഒരു മാനസികമായിട്ട് നിരാശയൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിച്ച് ആ രീതിയിലുള്ള ദോഷങ്ങൾക്ക് പരിഹാരം വരുത്തുന്നതിന് വേണ്ടിയിട്ട് ശനീശ്വരൻ നീരാഞ്ജനം വഴിപാടൊക്കെ ചെയ്യുക, നല്ല പ്രാർത്ഥന ഉണ്ടാകുക. അപ്പോൾ പ്രാർത്ഥന ഒക്കെ നല്ല രീതിയിലുണ്ടെങ്കിൽ തടസ്സങ്ങളൊക്കെ മാറി അനുകൂലാവസ്ഥ ഉണ്ടാകും. അതുപോലെ തന്നെ വിഷ്ണുക്ഷേത്രം നെയ്വിളക്കും ഭാഗ്യസൂക്താർച്ചനയും ചെയ്യണം. ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകവും നെയ്വിളക്കും കഴിപ്പിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള പരിഹാരങ്ങളും പ്രാർത്ഥനകളും മുഖാന്തരം നിവർത്തി സ്ഥാനാധിപതി അഷ്ടമത്തിൽ നിൽക്കുന്ന കാരണം എന്തിനിറങ്ങിയാലും തടസ്സം വരിക എന്ന് പറയുന്ന ഒരവസ്ഥ, ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ, ഇതിനൊക്കെ പരിഹാരം വരുന്നതാണ്. കാരണം പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തുക. പിന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിൽ തീരെ ശ്രദ്ധ ഉണ്ടാകാത്തൊരു സമയമാണിപ്പോൾ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ അത് കാരണം കൊണ്ട് പരിഹാരങ്ങൾ ചെയ്യുകയും പഠനത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് ശ്രമിക്കുകയും വിദ്യാർത്ഥികൾ ചെയ്യേണ്ടതാണ്. തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, തൊഴിൽ കിട്ടാനുള്ള യോഗം ഉണ്ട്. കുടുംബ സംബന്ധമായിട്ട് കുറച്ച് തറവാട് സ്വത്ത് സംബന്ധമായിട്ടുള്ള കാര്യത്തിലോ ഭൂമിയുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ കുറച്ച് ടെൻഷനോ പ്രശ്നങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ വീടുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യത്തിലൊക്കെ കുറച്ച് കാലതാമസം വരാനുള്ള സാധ്യതയാണ്. അപ്പോൾ വീടിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോഴും കുറച്ച് കാലതാമസമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനും അയ്യപ്പക്ഷേത്രത്തിലുള്ള വഴിപാടാണ് കാര്യങ്ങൾ തടസ്സങ്ങളൊക്കെ മാറ്റി അനുകൂലമാക്കുക. എന്തായാലും ഈ പറഞ്ഞ പരിഹാരമൊക്കെ ചെയ്താൽ വലിയ തടസ്സങ്ങളില്ലാതെ 2026 ജൂലൈ മാസം വിശാഖ നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഗുണഫലത്തെ ചെയ്യുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.